ദാസ്യന്റെ കുറിപ്പ് നേരിട്ട് കണ്ടാലേ നിനക്ക് മനസമാധാനാവുള്ളൂ എന്ന് എനിക്കറിയാം. 10-8 പൊരുത്ത. എത്ര കാത്തിരുന്ന അവൾക്ക് ഇങ്ങനെ ഒരു യോഗം ഒത്തുകിട്ടിയത്. നമ്മളെക്കാളും സന്തോഷത്തിലാണ് അവന്റെ വീട്ടുകാര്. നമ്മുടെ തറവാട്ടില് പന്തലിട്ട് കേമുമായിട്ട് തന്നെ നടത്തണം. എന്റെ ഒരു ആഗ്രഹ. തീയതി പെട്ടെന്ന് നിശ്ചയിച്ച പോയി വിളിക്കാനും എഴുത്തയക്കാനും ഒക്കെ ഒരു സൗകര്യമായിരുന്നു. പിന്നെ അറിയിച്ചില്ല, നേരാമണ്ണം വിളിച്ചില്ല എന്ന പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പോഴാ ഞാൻ നിന്നിലൊരു അമ്മയെ കാണുന്നത്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അത്രയ്ക്കേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരന്മാര് കാത്തോളൂ. അങ്ങനെ വിളിക്കരുത് എന്നെ. ഒരിക്കൽ നിന്റെ അമ്മയായിട്ട് എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ നീയായിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. യാചിക്കുകയാണ്. എന്റെ മോളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഗതി എന്റെ മോൾക്ക് വരുത്തരുത്. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ആരാ? എനിക്കറിയണം. ആരാ ഞാൻ? അറിയാം. അമ്മയുടെ മോളല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മോളെ കുടുംബത്തിൽ ഞാൻ ആരാ? അവള് പറഞ്ഞു സത്യ, നീ അവളുടെ മോളല്ല. എന്നെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം മനഃപൂർവ്വം നിന്നിൽ നിന്ന് മൂടി വെക്കുകയായിരുന്നു. നിന്റെ അച്ഛനു വേണ്ടി, എന്റെ മോനു വേണ്ടി, അവളുടെ ഭർത്താവിന് വേണ്ടി. അന്ന് നിന്റെ അച്ഛൻ പൂനെയിലായിരുന്നു, രാജലക്ഷ്മി ഡൽഹിയിൽ. പൂജ മോൾക്ക് 1 വയസ്സ് പ്രായം. മേജർ സാഹബ് ബാഹർ ഗയേ ഹൈ. എനിക്കറിയാം ഇപ്പൊ എവിടെയാണെന്ന്. വണ്ടി എടുക്ക. രാജലക്ഷ്മി, എന്താ ഇത്? അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് കണ്ടാ പോരാ. എനിക്ക് ഇപ്പൊ തന്നെ നേരിൽ കാണണം. അതുകൊണ്ട് പലതും കേട്ടു. സ്വന്തം ഭർത്താവിന്റെ രഹസ്യബന്ധം നേരിൽ കണ്ടു തന്നെ വിശ്വസിക്കണമെന്ന് തോന്നി. തൃപ്തിയായി. വേണ്ട, ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. പക്ഷെ എന്നെയും എന്റെ മോളെയും വഞ്ചിച്ച് നിങ്ങളെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ശവം കൂടി നിങ്ങൾ കാണേണ്ടി വരും. അതെ, ദൈവ സത്യമായിട്ട് ഞാൻ പറയാ, ആ കടുങ്കൈ ഞാൻ ചെയ്യും. എന്തിനാടാ ആ പാവത്തിനോട് ഈ ദ്രോഹം ചെയ്തത്? അച്ഛാ വേണ്ട,
അവള് പറഞ്ഞതുപോലെ ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല. वो औरत तुम्हारी पत्नी है क्या? यूं तुम दोनों ने मिलकर उस बेचारी को धोखा दे दिया। क्या तुम पहले से ये बात जानती हो? बोलो, कहो। मैं जानती थी। उस औरत के आंसू इस बच्चे को भी श्रापित कर देगा। तुमने हमारे कुल का नाम मिट्टी में मिला दिया। അന്ന് രാത്രിയാണ് ആ ദുരന്ത വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. നിന്റെ അമ്മയുടെ ജഡമായിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ടത്. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇരുവരും സ്വയം ഏറ്റെടുത്തു. എന്റെ മോളെ വളർത്തും, ഒന്നും അവളെ അറിയിക്കരുത്. അന്ന് നെഞ്ചിലേറ്റിയതാ അവൾ നിന്നെ. പിറ്റേന്ന് നിന്റെ അച്ഛനും മരിച്ചു. സ്വന്തം മോളെ പോലെ ഒന്നും അറിയിക്കാതെ തന്നെ വളർത്തിയത്. ഒരു നിമിഷം അവള് വാവിട്ട് പറഞ്ഞുപോയി. അപ്പൊ ഈ വീട്ടില് ഞാൻ ആരുമല്ലേ? എന്താ നീ പറയണേ? നീ എത്ര വളർന്നാലും എന്റെ മോൻ അമ്മയെ ഏൽപ്പിച്ച ആ കൈക്കുഞ്ഞായിട്ട് നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അറിഞ്ഞു തന്നെയാ നിന്റെ എല്ലാ കുസൃതിത്തരങ്ങൾക്കും ഈ മുത്തച്ഛൻ കൂട്ടുനിന്നത്. സ്വന്തം മോളല്ല, എന്നിട്ടും എത്ര വാത്സല്യത്തിന് എന്നെ വളർത്തിയത്. അമ്മയെ എന്തുമാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഞാൻ കാരണമല്ലേ അമ്മയുടെ ജീവിതം പോലും ഇങ്ങനെയായത്? അല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞ രാജലക്ഷ്മിയുടെ ജീവിതം തകർത്തത് ഈ ഞാനാ. ആ രഹസ്യബന്ധത്തിൽ നിന്നും എന്റെ മോനകറ്റാൻ മനപ്പൊരുത്തം പോലും നോക്കാതെ മുറപ്പെണ്ണിനെ കൊണ്ട് ഞാൻ അവനെ കെട്ടിച്ചു. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ അവളെ ബലിയാടാക്കിയത്. ഈ മുത്തച്ഛന് ഒരു പ്രായശ്ചിത്തം ചെയ്യണം നിന്നിലൂടെ. അവൾ പൂജമോൾക്ക് വേണ്ടി ഒരുപാട് ആശിച്ചുപോയി. നാട്ടിൽ ചെന്ന് ഞാനും വാക്കുകൊടുത്തു, ഈ കല്യാണം തന്നെ നടക്കട്ടെ. സഞ്ജയനോട് വല്ല മോഹവും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോളത് മറക്കണം. ഈ മുത്തച്ഛന്റെ ഒരു അപേക്ഷയാണ്. എങ്ങനെയുണ്ട്? അയ്യേ, ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, അമ്മേ വിശക്കുന്നു. എന്ത് വേഷമാടി ഇത്? നിന്നോടാ ചോദിച്ചത്? അമ്മ ചുമ്മാ പറഞ്ഞതല്ലേ. അവച്ച് പേടിച്ചു. എന്താ മോളെ? മോള് ഉറങ്ങിക്കോ.
മോളെ, ഞാൻ എല്ലാം മുത്തശ്ശൻ പറഞ്ഞു. ഒരപേക്ഷയേ ഉള്ളൂ. ഞാൻ അമ്മയുടെ മോളല്ലെന്ന സത്യം പൂജ അറിയരുത്. മോളെ പറഞ്ഞാൽ ആ നിമിഷം മുതൽ ഞാൻ അവളുടെ ബാബാച്ചല്ലാതായി പോകും. ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിച്ചത് പറ്റിപ്പോയി ഈ അമ്മയ്ക്ക്. എന്നും എന്റെ 2 കണ്ണുകളായി ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പറയ്, എന്റെ മോൾക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്ത് മണ്ടത്തിന് എന്റെ അമ്മ പറയണേ? ഞാൻ വെറും ഒരു കോമാളി. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ താൻ തോന്നിയായി മരങ്കേറി പെണ്ണിന് അത്ര സെന്റിമെന്റ്സിലൊന്നും ഒരു താല്പര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെയാ മരമാക്രിയുണ്ടല്ലോ സഞ്ജു, അവനെ പറ്റിക്കാനാ. എന്റെ അമ്മക്കിളി ഒന്ന് ചിരിച്ചേ. ദേ വന്നു മണവാട്ടിപ്പെണ്ണ്. ഒരു ഗുഡ് ന്യൂസ്, എന്നെ കെട്ടിച്ചൂടാൻ പോവാ. പൊടി സത്യം. ആ കോന്തൻ ആരാന്നറിയോ? നമ്മുടെ സഞ്ജു. നീ ഭാഗ്യവതിയാ. എന്റെ ഈ പൂച്ചക്കുഞ്ഞിനെ ആ തെമ്മാടി പൊന്നു പോലെ നോക്കും. എന്തായി, കിട്ടിയോ? പങ്ക ഹായ് ലെഫ്റ്റനന്റ് കമാൻഡർ, ഹൗ ആർ യു? ഞാൻ ഒരുപാട് നിന്നെ ട്രൈ ചെയ്തു. നീ എന്താ ഫോൺ എടുക്കാൻ? സോറി, സ്വല്പം തിരക്കിലായി പോയി. എന്താ പ്രശ്നം? നീ ഈ ലോകത്തൊന്നും അല്ലേ, കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. എന്ത് പറ്റി? എന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കൂടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. പെണ്ണാരാന്നറിയോ? പൂജ. ആ, കൺഗ്രാറ്റ്സ്. ഞാനും അറിഞ്ഞു. എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? അല്ല, നമ്മള് തമ്മില് നമ്മള് തമ്മില് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആണോ എന്ന് നീ വിശ്വസിച്ചു? അപ്പൊ എന്റെ ദൗത്യം സക്സസ്. ഓർമ്മയുണ്ടോ നിന്റെ ആ എൻട്രി? അന്ന് ഈ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി മണ്ടൻ കിരീടണിയിച്ച് നീ ഹീറോയിസം കാണിച്ചു. അതെ, കടുവായെ പിടിച്ച പഴയ കിടുവ മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചാലഞ്ച് ചെയ്തതായിരുന്നു, ഇതേ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഫുൾ ആക്കണമെന്ന്. അത് സാധിച്ചു. അല്ല, മനസ്സിലായില്ല. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ തമ്മിലുള്ളൊരു സീക്രട്ട് പ്ലേയാ. ഏയ്, മത്സരത്തിൽ കോംപ്ലക്സ് പാടില്ല. ഫുൾ ആയത് സമ്മതിക്കാൻ എന്താ എത്ര മടി? തന്റെ ഉദ്ദേശം അതായിരുന്നെങ്കില് നിഷേധിക്കുന്നില്ല. ഓക്കെ, നൗ ഐ ആം എ ഫൂൾ. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഗുഡ്. തന്റെ പ്രോഗ്രാം നടക്കട്ടെ. അല്ല, എന്റെ തിരുമണ്ടലുള്ള സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പോ അയാള് വെറും മണ്ടൻ, നീ മിടുക്കി. ഇതാണ് യഥാർത്ഥ പിങ്കീഷോ. നന്നായിട്ടുണ്ട്. പൂജയുടെ കല്യാണം നടക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ കരുതുന്നുണ്ടോ നിന്റെ ഈ പ്രകടനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായും വിശ്വസിച്ചു?